ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് പപ്പട ചമ്മന്തിയാണ്. നിങ്ങൾ പലതരം ചമ്മന്തികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവണം, കഴിച്ചിട്ടുണ്ടാവണം. അതുപോലൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ഇന്ന് നിങ്ങൾക്കായി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ്. ഇതിനാവശ്യമായ ചേരുവകളാണ് ഇവയെല്ലാം. ആദ്യമായി തേങ്ങ ചിരകിയത് 1 കപ്പ്, പപ്പടം, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം പുളി, ഇഞ്ചി അരിഞ്ഞത്, ഉപ്പ്, മുളക് പൊടി, വെളിച്ചെണ്ണ. പപ്പട ചമ്മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 4 പപ്പടമാണ് എടുത്തിരിക്കുന്നത്. പപ്പടം നമുക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് വേണം ചമ്മന്തി ഉണ്ടാക്കാൻ. അതിനുവേണ്ടി ഇതുപോലെ പപ്പടം 4ആയി മടക്കുക. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക. അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് നന്നായി ചൂടാക്കുക. ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ചെറിയ കഷ്ണം പപ്പടം ഇടുക. അവ പൊള്ളിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. പപ്പടം വറുത്ത് മാറ്റിയ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് വഴറ്റുക. ചെറിയ ഉള്ളി ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് വഴറ്റുക. നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഈ ചേരുവകളെല്ലാം മിക്സിയിൽ നന്നായി അരച്ചെടുക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച പപ്പടത്തോടൊപ്പം നാളികേരം ചിരകിയതും ആവശ്യത്തിന് ഉപ്പും കൂടാതെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച ചേരുവയും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. നല്ല സ്വാദിഷ്ടമായ പപ്പട ചമ്മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.